ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹലാസ് മീഡിയ ചാനൽ. ഇന്നിവിടെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ഒരു അരിപ്പൊടി മാത്രം മതി. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇടണം. നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. നമ്മുടെ പൊടി ഇട്ടിട്ട് വെള്ളം കമ്മിയാണെങ്കിൽ പാരാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ എടുത്തു വെക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പത്തിരിക്ക് പൊടി വാട്ടുന്നത് പോലെയാണ് ഞാനിത് വാട്ടിയെടുക്കുന്നത്. നമ്മുടെ വെള്ളം കുറച്ച് കുറവായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ വാട്ടിയെടുത്ത അരിപ്പൊടി ഞാനിവിടെ ഒരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിൽ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിമെന്ന് ഒരു കഷ്ണം എടുത്തിട്ട് കുറച്ച് വലിയ രൂപത്തിലായിട്ട് ആക്കണം കേട്ടോ. ഇതാ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ ഉണ്ട എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന രൂപത്തിലൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ വലുപ്പത്തിൽ നല്ലപോലെ പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് മുറിച്ച് മാറ്റി ലെവലാക്കാം. അപ്പോൾ സൈഡൊക്കെ മുറിച്ച് മാറ്റി ഞാൻ ഈ ഒരു ആകൃതിയിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു ഇത്ര വീതിയിൽ ഒന്നുകൂടി ഒന്ന് പീസുകളാക്കാം. ഈ ഒരു രൂപത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു രൂപത്തിലും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഞാനിവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ, എന്നെങ്കിലേ ഇത് നന്നായി പൊള്ളച്ച് വരുള്ളൂ. ഇത് നിറം മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ മുളക് പൊടി ചേർക്കാതെ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് അരിപ്പൊടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം.